പ്രിയമുള്ളവരെ, ഹെഡ്ഫോൺ ഉപയോഗവും കേൾവിക്കുറവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനായിട്ട് വലിയ മെഡിക്കൽ നോളജൊന്നും എനിക്കില്ല. ഞാനൊരു ഡോക്ടറോ ഒന്നും തന്നെയല്ല. പക്ഷേ സ്ഥിരമായിട്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് കേൾവിക്കുറവുണ്ടാകും എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ധാരണ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർ അറിഞ്ഞോട്ടെ എന്ന് കരുതി ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതൊരു ഡോക്ടർ പറയുന്ന വീഡിയോ തന്നെയാണ്. ഞാനിത് കാണിക്കാം. നൂറ്റാണ്ടിന്റെ തന്നെ മഹാമാരിയോ ഒരു സൈലന്റ് കില്ലറോ ആയി കണക്കാക്കുന്ന ഒരു കാര്യമാണ് ശബ്ദ മലിനീകരണം. ഈ ശബ്ദ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവിനെ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ശബ്ദത്തിന് ഒരു ഡെസിബൽ എന്ന കണക്കിൽ ഒരു അളവുണ്ട്. സാധാരണയായി ഒരു സോഫ്റ്റ് സൗണ്ട് 30 ഡെസിബലും നമ്മൾ സംസാരിക്കുന്നത് 60 ഡെസിബൽ ശബ്ദത്തിലാണ്. അത് ഉച്ചത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ 90 ഡെസിബലായും നിരത്തിലുള്ള വാഹനങ്ങളുടെ ശബ്ദം 90 മുതൽ 100 ഡെസിബൽ വരെയും, എന്നാൽ ഒരു വെടിയൊച്ചയോ ഗൺ എക്സ്പ്ലോഷനോ ഉണ്ടാവുമ്പോൾ ഇത് 140 ഡെസിബൽ വരെ ആകുന്നു. എന്നാൽ 85 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, അതും ദീർഘകാലം കേൾക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ആന്തരികീകരണത്തെ ബാധിച്ച് നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ 120 മുതൽ 140 വരെയുള്ള ശബ്ദങ്ങൾ ഒറ്റയടിക്ക് കേട്ടാലും തൽക്ഷണം തന്നെ നമ്മുടെ ആന്തരികകരണങ്ങൾക്ക് ഡാമേജ് സംഭവിക്കാം. ഈ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് 3 തരത്തിൽ ഉണ്ടാകും. 1 ഒക്യുപ്പേഷണൽ ഹിയറിംഗ് ലോസ്, 2 നോൺ ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ റെക്രിയേഷണൽ ഹിയറിംഗ് ലോസ്, മൂന്നാമത്തേതാണ് അക്വസ്റ്റിക് ട്രോമ. ഒക്യുപ്പേഷണൽ ഹിയറിംഗ് ലോസ് എന്നാൽ ഫാക്ടറികളിലും മറ്റും ജോലി ചെയ്യുന്നവർ നിരന്തരമായി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം കേൾവിക്കുറവ്. ഇതുകൂടാതെ ട്രാഫിക് പോലീസും എയർപോർട്ടിലും മറ്റും വർക്ക് ചെയ്യുന്നവർക്കും ഈ നിരന്തരമായ എക്സ്പോഷർ ഉണ്ടാവുന്നതാണ്. അവർക്ക് അത് ജോലിയുടെ ഭാഗമായതുകൊണ്ട് അതിൽ നിന്നും രക്ഷയില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു തരം കേൾവിക്കുറവാണ് ഒക്യുപ്പേഷണൽ ഹിയറിംഗ് ലോസ്. നോൺ ഒക്യുപ്പേഷണൽ ഓർ റെക്രിയേഷണൽ ഹിയറിംഗ് ലോസ്, ഇത് 3 തരത്തിൽ സംഭവിക്കും. നമ്മുടെ പേഴ്സണൽ ലിസൺ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഇയർഫോണോ ഇയർപോഡ്സോ ഉപയോഗിക്കാത്തതായി ആരും തന്നെയില്ല. അത് നമ്മുടെ ചെവികളിൽ വെച്ച് വളരെ ഉച്ചത്തിൽ നമ്മൾ ഓഡിയോ ഫയലുകൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ചെവിക്ക് അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ വെസ്റ്റേണൈസേഷന്റെ ഭാഗമായി DJ പാർട്ടികളും നൈറ്റ് ക്ലബ്ബുകളും എല്ലാം ഇപ്പോൾ സർവ്വസാധാരണം. പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടു കാണും. ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഡോക്ടർ സലീമ രമ. അപ്പോൾ ഈ വീഡിയോ ഫുൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അവർ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ വിധത്തിൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാമെന്നുള്ളത്.